എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നു, ഔദ്യോഗികമായി വിരമിച്ചതിന് ശേഷം ആധ്യാത്മിക പഠനത്തിനിറങ്ങിയതാണ് ഞാൻ. 4-5 വർഷമായി. സംശയങ്ങൾ കൂടുകയല്ലാതെ കുറയുന്നില്ല. രാമായണം പലതുണ്ട്. വാൽമീകി രാമായണം, അതേമാതിരി അധ്യാത്മരാമായണം, പിന്നെ കമ്പരാമായണം ഒക്കെ. പക്ഷേ ഇതിലൊക്കെ പലതും പല വിധത്തിലാണ് പറയുന്നത്. അധ്യാത്മരാമായണത്തിൽ രാമനെ ഈശ്വരാവതാരമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. വാൽമീകി രാമായണത്തിൽ ഈശ്വരാവതാരമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് യോജിച്ച രീതിയിലുള്ളതല്ല ആ രാമകഥ പോകുന്നത്. എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇവിടെ അധ്യാത്മരാമായണം എന്ന് പറയുന്നത് പരമേശ്വരൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന തത്വങ്ങളോടുകൂടിയ രാമകഥയാണ്. വാൽമീകി രാമായണം എന്ന് പറയുന്നത് വാൽമീകിക്ക് നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്തതാണ്. ആ ഉപദേശിച്ചു കൊടുത്തതിനെ വാൽമീകി ഒരു കാവ്യമായിട്ടാണ് എഴുതിയത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് കൃതി എഴുതുമ്പോഴും ഈ എഴുതുന്ന വ്യക്തിയുടെ ഒരു ആത്മഭാവം അല്ലെങ്കിൽ സ്വഭാവം അല്ലെങ്കിൽ ഉണ്മ ആ കൃതികളിൽ കാണും. വാൽമീകി എന്ന് പറയുന്ന അതുവരെ ഒരു കാട്ടാളനായി ജീവിച്ചൊരു വ്യക്തിയാണ്. മൃഗങ്ങളെ വേട്ടയാടുകയും അതുമാതിരി കൊള്ള ചെയ്യുകയും ഒക്കെ ചെയ്ത് ജീവിച്ചൊരു വ്യക്തിയാണ്. പിന്നെയാണ് വാൽമീകിയായിട്ട് മാറിയത്. അപ്പം അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിലെ സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് രാമൻ മാംസം ഭക്ഷിച്ചു എന്ന് എഴുതിയാലോ ഒന്നും ഒരു പ്രശ്നവും വരുന്നില്ല. എന്നാൽ പരമശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത കഥ എന്ന് പറയുന്നത് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട രാമായണമാണ്. അതിൻ്റെ സംക്ഷിപ്ത വിവരമാണ്. അതിൽ സാത്വിക ഭാവത്തിലാണ് രാമനെ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സംശയം തോന്നാം, ഇപ്പോൾ താങ്കൾ ചോദിച്ച പോലെ ഇതിൽ എന്താണ് യാഥാർത്ഥ്യം? അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ, വേദാന്തപരമായിട്ടൊന്ന് ചിന്തിക്കുക. ഇവിടെ ഈ ലോകത്ത് 700 കോടി ജനങ്ങളുണ്ടെന്ന് കരുതുക. ഈ 700 കോടി ജനങ്ങൾ ഓരോരുത്തരും ഈ ലോകത്തെ വീക്ഷിക്കുന്ന ഓരോ രൂപത്തിലാണ്. ഞാൻ ദർശിക്കുന്ന ദർശനമല്ല താങ്കൾ ദർശിക്കുക, അതല്ല മറ്റൊരാൾ ദർശിക്കുക. അതിന് ഇഷ്ടം പോലെ തെളിവുകളുണ്ട്. ഒരു സംഭവം, ഒരു സാഹിത്യകൃതി തന്നെ ആയിക്കോട്ടെ, 10 ആൾ അതിനെ വായിച്ചാൽ 10 തരത്തിലുള്ള അഭിപ്രായമാകും പറയുക. ചിലവർ എത്ര നല്ല കാര്യം ചെയ്താലും അതിനെ നല്ലതായിട്ട് അംഗീകരിക്കില്ല, ദോഷേക ദൃക്കുകളായിട്ട് കാണപ്പെടും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സിലൊരു ധർമ്മമുണ്ട്. രാമൻ ഈശ്വരാവതാരമാണ്, ദശരഥൻ്റെയും കൗസല്യയുടെയും പുത്രനാണ്. രാവണവധമാണ് ഉദ്ദേശം അവതാരത്തിന്. ഭാര്യ ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീതയാണ്. ഇത്രയും വിവരങ്ങൾ നമുക്ക് കിട്ടിയാൽ ആ രാമൻ ആരാണ് എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളുടെ ധർമ്മത്തിനനുസരിച്ച് ആണ് രാമൻ. കാരണം അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാൻ ബ്രഹ്മമാകുന്നു. അങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ ഈ ശരീരത്തിനുള്ളിലുള്ള ആ പരാശക്തി തന്നെയാണ്. ആ പരാശക്തി തന്നെയാണ് രാമനായിട്ടും അവതരിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനത്തിനനുസരിച്ച് ഞാൻ എങ്ങനെയാണ് രാമനായിട്ട് അവതരിച്ചത്? ഞാൻ പരാശക്തിയാണല്ലോ, പരമാത്മാവാണല്ലോ. ഇപ്പോൾ ഈ ശരീരം സ്വീകരിച്ചു. പക്ഷേ ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരാശക്തി അല്ലെങ്കിൽ പരമാത്മാവ് ഒരിക്കൽ രാമനായിട്ട് ജനിച്ചപ്പോൾ എന്തായിരുന്നു സ്വഭാവം എന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നു. കാരണം എൻ്റെ ധർമ്മബോധമനുസരിച്ച്. അതുകൊണ്ട് സാത്വികനായ രാമനാണ് എൻ്റെ മനസ്സിലുള്ളത്. അധർമ്മത്തെ ഇല്ലാതാക്കാൻ
അധർമ്മം പ്രയോഗിക്കുന്ന രാമനല്ല. എൻ്റെ രാമൻ ഒരിക്കലും മത്സ്യമാംസാദികൾ കഴിച്ചിട്ടില്ല. എൻ്റെ രാമൻ ഒരിക്കലും അഗ്നിപരീക്ഷ നടത്തിയിട്ടില്ല. അവിടെ നടത്തിയത് മായാസീതയെ ഒഴിവാക്കി യഥാർത്ഥ സീതയെ വീണ്ടെടുക്കുന്നതാണ് അവിടെ നടത്തിയിട്ടുള്ളത്. എൻ്റെ രാമൻ ഒരിക്കലും സീതയെ ഒഴിവാക്കിയിട്ടില്ല. കാരണം അത് അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട്. സീത ഒഴിഞ്ഞിരിക്കുന്നൊരു സമയത്ത് ദേവന്മാർ വരുന്നു. ദേവി അവതാര ഉദ്ദേശമെല്ലാം കഴിഞ്ഞു. ദേവി ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് രാമൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ദേവി ആദ്യം അങ്ങോട്ട് വരണം. ശരി, ഞാൻ രാമൻ വന്നാൽ പറയാം എന്നും പറഞ്ഞു ദേവന്മാർ പോയി. ഈ വിവരം രാമനോട് പറഞ്ഞു. അപ്പോൾ രാമൻ പറഞ്ഞു, എല്ലാം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അപവാദം എന്ന വ്യാജേന നിന്നെ ഞാൻ ഒഴിവാക്കും. വാൽമീകിയുടെ ആശ്രമത്തിനരികിൽ വാൽമീകി നിന്നെ എടുത്തു കൊണ്ടുപോയി ശുശ്രൂഷിക്കും. അവിടെ വെച്ച് നീ 2 ആൺകുട്ടികൾക്ക് ജന്മം നൽകും. അതിനുശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. ആ സമയത്ത് അതിശക്തമായൊരു ശപഥം ചെയ്ത് ഭൂമി പിളർന്ന് വിടവിലൂടെ നീ ആദ്യം വൈകുണ്ഠത്തിലെത്തുക. പതുക്കെ ഞാനും വരുന്നതാണ്. ഇപ്പോൾ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ആണ് രാമൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സീതാപരിത്യാഗം ഇവിടെ നിന്നും പോകാനുള്ളൊരു മാർഗമായിട്ട് മാത്രമാണ് അധ്യാത്മരാമായണം പറയുന്നത്. മറ്റതൊക്കെ ആലങ്കാരിക ഭാഷ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിലെ ധർമ്മബോധമനുസരിച്ച് ഒരു രാമനുണ്ട്. അതാണ് യഥാർത്ഥ രാമൻ. മദ്യപാനിയും അതേപോലെ തന്നെ എന്തിനേയും ധിക്കരിക്കുന്നവനും തമോ ഗുണമുള്ളവനും ആയിട്ടുള്ള ശൂദ്രൻ, തമോ ഗുണം ആധിക്യമുള്ളവനെയാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. അവൻ്റെ മനസ്സിലൊരു രാമനുണ്ട്. ആ രാമൻ ചിലപ്പോൾ മദ്യപിച്ചു എന്ന് വരാം, ഭാര്യയ്ക്ക് മൈരേകം എന്ന മദ്യം കൊടുത്തു എന്ന് വരാം, ജംബൂകൻ എന്ന് പറഞ്ഞ ശൂദ്രനെ കൊന്നു എന്ന് വരാം, മാംസങ്ങൾ കഴിച്ചു എന്ന് വരാം, ദുഷ്ടകൃത്യങ്ങളൊക്കെ ചെയ്തു എന്ന് വരാം, ശൂർപ്പണഖയെ അപമാനിച്ചു എന്ന് വരാം. അതൊക്കെ അവൻ്റെ രാമൻ. അത് സത്യം, അത് അവൻ്റെ മനസ്സിനെയാണ് അവിടെ കാണിക്കുന്നത്. എന്നാൽ സാത്വികമായിട്ടുള്ള നമ്മുടെ മനസ്സിനെയാണ് കാണിക്കുന്നത്. യഥാർത്ഥ രാമൻ എന്നുകൊണ്ട് സാത്വിക രാമനാണ്, യാതൊരു സംശയവുമില്ല. ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം. സംഭോഗവധമായാലും ശരി, അഹല്യാമോക്ഷമായാലും ശരി, അതിന് പിന്നിലൊക്കെ ഒരു തത്വമുണ്ട്. പതിവ്രതയായിട്ടുള്ള അഹല്യ ഒരിക്കലും ഇന്ദ്രനുമായി സ്നേഹിച്ചതോ പ്രണയിച്ചിട്ടോ ഇല്ല. എങ്ങനെ ഉറപ്പിച്ച് പറയാം? എൻ്റെ മനസ്സിലുള്ള അഹല്യ അതാണ്. സാത്വികമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ മനസ്സ് സാത്വികമായതുകൊണ്ട് അവരെയൊക്കെ ഞാൻ സാത്വികമായിട്ട് കാണുന്നു. അവരിൽ ദോഷം ആരോപിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മ, എൻ്റെ ഈ ശരീരത്തിനുള്ള ബ്രഹ്മാകുന്നു. അത് സാത്വിക ഗുണത്തിലുള്ളതാകുന്നു. മനസ്സിലായില്ലേ? നമുക്ക് നമ്മളെയല്ലേ സമാധാനിപ്പിക്കേണ്ടത്, മറ്റുള്ളവനെയല്ലല്ലോ. എനിക്കൊരു സമാധാനം കിട്ടണം. ആ സമാധാനം നമ്മൾ തന്നെ, ഗീത പറയുന്നവർ ആത്മാവിനെ ഉദ്ധരിക്കുക, ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ ഉദ്ധരിക്കുക, ചിന്തിച്ച് ഉദ്ധരിക്കുക. അപ്പം യഥാർത്ഥത്തിൽ അവതാര പുരുഷന്മാരാരാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് രാമനെ വിശ്വസിക്കുക. മറ്റൊരു പലതും പറയും, അത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം 700 കോടി ലോകമുണ്ട് ഇവിടെ. ഓരോരുത്തരുടെയും ലോകം ഓരോന്നാണ്. പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കി തരാം. ആനയെ നമുക്ക് ഭയമാണ് അല്ലേ? എന്നാൽ ചെറിയ പക്ഷികൾക്കോ ഒരു ഭയവുമില്ല, അതിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു അല്ലേ? അപ്പോൾ അവരുടെ വീക്ഷണം വേറെയാണ്. അവർ ആനയെ എങ്ങനെ കാണും നമുക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ തന്നെയാണ് ഓരോ മനുഷ്യനും ഓരോ രൂപത്തിലാണ്. നമ്മൾ കാണുന്ന സൗന്ദര്യം മറ്റൊരാൾ കണ്ടുകൊള്ളണമെന്നില്ല, വേറൊരാൾ കാണുന്ന സൗന്ദര്യം നമ്മളും കണ്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനൊന്നേ വഴിയുള്ളൂ. രാമായണം വായിച്ച് ഇന്നതൊക്കെ സ്വീകരിക്കാം, ഇന്നതൊന്നും സ്വീകരിക്കരുത് എന്ന് നമ്മൾ തീരുമാനിക്കുക, സാത്വികമായിട്ട് തീരുമാനിക്കുക. അത് തന്നെയാണ് കൃഷ്ണൻ പറഞ്ഞത്. ഗീത ഉപദേശിച്ച് കൊടുത്തതിന് ശേഷം എന്താ പറഞ്ഞത്? ഇതിനെയും അന്യോന്യം മനനം ചെയ്യുക, തർക്കിക്കുക, ചോദ്യം ചെയ്യുക, സ്വയം ചോദ്യം ചെയ്യുക. അങ്ങനെ നിനക്കൊരു ഉത്തരം കിട്ടും. അത് നീ ചെയ്യുക. അല്ലാതെ ഞാൻ പറഞ്ഞത് അപ്പടി അനുസരിക്കണം എന്നല്ല പറഞ്ഞത്. അതേപോലെ തന്നെ ഈ രാമായണങ്ങളൊക്കെ എടുത്ത് നിരത്തി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചോദ്യം ചെയ്യുക. അവതാര പുരുഷൻ അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദ്യം ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തി അവതാര പുരുഷൻ ഈ രീതിയിലാണ് പോവുക, ഈ രീതിയിലാണ് പോയിട്ടുള്ളത് എന്ന് ഉറപ്പിക്കുക. നമ്മളതിനെ സ്വീകരിക്കുക. ഇതാണ് പഠനത്തിലുള്ള മാർഗം. അല്ലാതെ എല്ലാവരും പറയുന്നത് കേൾക്കുന്നതല്ല. നമ്മളുടെ ഗുരു നമ്മൾ തന്നെയാണ്. എൻ്റെ ഗുരു ഞാൻ തന്നെയാണ്. എന്നെ നയിക്കുന്നത് ഞാൻ തന്നെയാണ്.
എൻ്റെ ധർമ്മബോധമാണ് ഓരോ പ്രവൃത്തിക്കും ആധാരം എന്ന് മനസ്സിലാക്കുക. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നന്ദി, നമസ്കാരം.